നമസ്കാരം. ഞാൻ ബിജേഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. നിഫ്റ്റി ഇന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്, ഒരു ദിവസങ്ങളിലായാലും നമുക്ക് ഇൻട്രാഡേ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഇപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തത് റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണ്. റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നത് 25,525 റെസിസ്റ്റൻസ്. ഇതിനൊരു മുകളിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം ആദ്യത്തെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ലെവൽ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് നിലനിർത്തിയിരുന്നത്. ചെറിയൊരു മൊമെന്റ് ആയിരുന്നു, ചെറിയ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലായിരുന്നു. 25,570 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെങ്കിലും മൊമെന്റം കിട്ടിയില്ല. നിഫ്റ്റിയിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, ഈ റേഞ്ചിനടുത്ത് എത്തും തോറും 25,610 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. എപ്പോഴും ആ ഒരു മൊമെന്റം എപ്പോഴും ലഭിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് 24,465. ഈ ഒരു രണ്ട് റേഞ്ചിൽ നിന്നാണ് സ്ട്രോങ് ആയിട്ടുള്ള മൊമെന്റം ഇന്ന് ലഭിക്കാൻ സാധ്യത നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ 25,570 തന്നെ നിഫ്റ്റി റിജക്റ്റ് ആയിരുന്നു. അതിനുശേഷമായാലും നമ്മൾ സൂചിപ്പിക്കാറുള്ളായിരുന്നു 25,525. ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ ഒരുപാട് സമയം സപ്പോർട്ടായിട്ട് മാർക്കറ്റ് നിലനിർത്തിയിരുന്നു. മാർക്കറ്റിലെ മൊമെന്റം കുറവായതുകൊണ്ട് തന്നെ അടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഒന്നും എക്സാക്റ്റ് ആയിട്ട് എത്തിയിരുന്നില്ല. സൈഡ് വേസ് ഒരു മൊമെന്റം അവസാനത്തെ ഒരു സെക്ഷൻ വരെ നിലനിർത്തുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ഇപ്പോൾ ഒരു ദിവസങ്ങളിലായാലും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും എന്നും പറയുന്നതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള എൻട്രി. അത് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസിൽ അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലെ മൊമെന്റം കിട്ടില്ല, വലിയൊരു നഷ്ടത്തിന് സാധ്യതയുണ്ട്. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ 2 ദിവസമായിട്ട് നിഫ്റ്റിക്ക് ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിഫ്റ്റിയായാലും നമ്മൾ സൂചിപ്പിച്ചിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റത്തിൽ ഷോർട്ട് സെല്ല് ആ ഒരു ലെവലല്ല ശരിക്കും ഷോർട്ട്സിന്റെ ഷോർട്ട് സെൽ അഗ്രസീവായിട്ട് ചെയ്യേണ്ടത്. ഷോർട്ട് സെൽ ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യണം. മാർക്കറ്റ് ഇപ്പോൾ 1-2 ദിവസമായിട്ട് സ്ട്രഗിൾ ചെയ്ത നിലയിലേക്കാണ്. ഇനി സപ്പോർട്ടിന്റെ താഴത്തേക്കും പോകണം. മാത്രമല്ല സ്ട്രഗിൾ ചെയ്താൽ മാത്രം പോരാ, സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്കും മാർക്കറ്റ് നിലനിർത്തിയാലാണ് മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് ഒരു സാധ്യത. അപ്പോൾ ആദ്യത്തെ ഒരു മൊമെന്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിന് ഒരു ബ്രീത്തിങ് സമയം കൊടുക്കണം. എപ്പോഴും മാർക്കറ്റ് അങ്ങനെയാണ്. വലിയൊരു മൊമെന്റം കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയൊരു മൊമെന്റം കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തു, കുറച്ച് സമയം അവിടെ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ മുകളിലേക്കോ താഴത്തേക്കോ ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനായാലും മാർക്കറ്റ് ചെറിയൊരു റേഞ്ചിലാണ് നിലനിർത്തിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു സപ്പോർട്ട് ലെവലാണ്, നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ആ ഒരു ലെവലിൽ നിലനിർത്തിയിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്താൽ വീണ്ടും ബൗൺസിന് സാധ്യത നെഗറ്റീവായിട്ടുള്ള എപ്പോഴും ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇപ്പോഴും ട്രെൻഡ് നെഗറ്റീവിലേക്ക് കടന്നിട്ടില്ല. നല്ല സപ്പോർട്ടിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടും, നല്ല റെസിസ്റ്റൻസിൽ നിന്ന് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടും. എപ്പോഴും നല്ല റെസിസ്റ്റൻസ് സപ്പോർട്ട് എത്തുമ്പോഴാണ് കൂടുതൽ ബയേഴ്സ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊമെന്റം എപ്പോഴും നല്ല സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും നമുക്ക് ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. നമുക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഹയർ ലെവലിലേക്ക് 25,575 താഴത്തേക്ക് നിലനിർത്തിയ വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. 25,575 മുകളിൽ പോയാലും 575 താഴത്തേക്ക് അല്ലെങ്കിൽ 575 മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ആ സെയിം ക്യാൻഡിൽ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വരിക. ആ രീതിയിൽ മാനേജ് ചെയ്യുക. അതായത് 575 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. എപ്പോഴും ചെറിയ പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റൈറ്റ് സപ്പോർട്ട് റൈറ്റ് റെസിസ്റ്റൻസ് ആണ്, ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഹയർ ലെവലിലേക്ക് 25,612 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസും ഇതേ രീതിയിൽ മാനേജ് ചെയ്യുക. ഇതിന് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലും ഇതിന്റെ താഴെ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് 25,650 25,655 എന്ന് പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചാണ്. ഈ ഒരു ലെവൽ 650 665 ആണ്. ഇത് ഹയർ ലെവൽ റെസിസ്റ്റൻസ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് തന്നെയാണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട്, 25,742 ആണ്.
റെസിസ്റ്റൻസ് വരുന്നത് 25742 ആണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ്. പിന്നെ അതിനുശേഷം 27805 സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ് ഹയർ ലെവലിലേക്ക്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ 612 മുകളിലാണെങ്കിൽ ഷോർട്ട്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കരുത്. എപ്പോഴും മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഷോർട്ടിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണമെങ്കിൽ, ഷോർട്ട്സിന് ഇമ്പോർട്ടൻറ്റ് നൽകണമെങ്കിൽ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്ത് തന്നെ ബൈ ഓപ്പർച്യൂണിറ്റി ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഇന്നത്തെ റേഞ്ചിലേക്കാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ട്രേഡ് കിട്ടാനായിട്ട്, നല്ല ട്രേഡിന്റെ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ട്രേഡ് ചെയ്തവർക്ക് മനസ്സിലാവും മാർക്കറ്റിന്റെ ഒരു മൊമെന്റം വളരെ കുറവാണ്. കാരണം റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ കിട്ടിയാലാണ് മാർക്കറ്റിൽ എപ്പോഴും ഓപ്ഷൻസിലൊക്കെ എപ്പോഴും മൊമെന്റ് ഒക്കെ മാർക്കറ്റിൽ കിട്ടുന്നത്. ഏതാണ് റൈറ്റ് റെസിസ്റ്റൻസ്? ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ 600 ആ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് വരുന്നത്. താഴത്തേക്കാണെങ്കിൽ 25500 താഴെയാണ് നല്ല സപ്പോർട്ട് വരുന്നത്. 25444 സപ്പോർട്ട്, 44 ഹോൾഡ് ചെയ്തുകൊണ്ട് 25470 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത മാർക്കറ്റിൽ മൊമെന്റം കിട്ടും. സ്ട്രോങ് ആയിട്ടുള്ള ബൈർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആയിട്ടില്ല, അതുകൊണ്ടാണ് നല്ല സപ്പോർട്ടിന്റെ ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറയുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഇതൊരു മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 25502 സപ്പോർട്ടിന്റെ താഴെയാണ്. ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. നാളത്തെ ഒരു മാർക്കറ്റിലായാലും ഇൻട്രാഡേയിൽ ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവൽ തന്നെ അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുകയാണെങ്കിൽ വീക്ക്നെസ്സിനാണ് കൂടുതൽ സാധ്യത വരുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഒരു 15 പോയിന്റ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കൂട്ടിയാൽ മതി ഈ ഒരു ലെവലില്. ഇതിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഷോർട്ടിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. 27470 444 നല്ല സപ്പോർട്ടായിരിക്കും. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ് മാർക്കറ്റിൽ. സ്ട്രോങ് ആയിട്ടുള്ള ഫാള്, സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ സപ്പോർട്ട് 300 താഴെയാണ്, 350 താഴെയാണ്. 330 340 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലായാലും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് പറ്റും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക്